എന്നെ കൊല്ലാനായി കയറിക്ക് പണം കൊടുത്ത അക്കൗണ്ടും ഇവിടെ ഇസ്താംബൂളിലെ ബാങ്കിലാണ് ഉള്ളത്. അത് ആരുടെ അക്കൗണ്ട് എന്നറിയാമോ? ആരുടെ അക്കൗണ്ട്? ദീപക് മേത്തയുടെ. വാട്ട്? യാ, ആ അക്കൗണ്ട് നമ്പർ വെച്ച് അവന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. അളിയാ, ഈ തുർക്കിയിലുള്ളവരെ അഡ്രസ് ഉണ്ടെങ്കിലേ കണ്ടുപിടിക്കാൻ പാടാ. ഇവിടെ നീ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ആളെ കണ്ടുപിടിക്കാൻ പോകണോ? നടക്കത്തില്ല. വന്ന സ്ഥിതിക്ക് 2-3 ദിവസം താമസിച്ചിട്ട് സ്ഥലം വിട്ടോ. ഏയ്, ഇനി ഒരു പ്രാവശ്യം കൂടെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാം. അയ്യോ, സുഭാഷ്, നമ്മൾ ഗവൺമെന്റ് വഴി അന്വേഷിച്ചാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ സിറ്റുവേഷനിൽ എനിക്ക് ആരെയും വിശ്വസിക്കാനാവില്ല. അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാനായി ബാങ്ക് ഡേറ്റ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവരുടെ സിസ്റ്റം ബ്രേക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. കുറെ സെക്യൂരിറ്റി ലോക്സ്, ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓസം. ഇതുപോലെ ഹൈലി സെക്യൂരിറ്റി ഉള്ള ബാങ്കിലാണ് എന്റെ അക്കൗണ്ട് നോക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. കാപ്പി പിടിക്കും. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു നെഗറ്റീവായിട്ടൊന്നും അയ്യോ അളിയാ, പറയരുതെന്ന്. ഞാൻ തന്നെ നെഗറ്റീവ് പറഞ്ഞത്. ആ ബാങ്കിനെ പറ്റി പോസിറ്റീവ് അല്ലേ പറഞ്ഞത്? RB ജോലി ഉണ്ടെങ്കിൽ അളിയന്മാരെ അടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? നിനക്കൊരു മനസാക്ഷി ഇല്ലടാ. ഇതാണ് ബാങ്കിന്റെ ബ്ലൂ പ്രിന്റ്. ബ്ലൂ പ്രിന്റ് വെച്ച് വീട് വെക്കാം. അഡ്രസ് എങ്ങനെ എടുക്കുന്നത്? നീ എന്താ നോക്കുന്നത്? ചോദിച്ചത് correct. ബാങ്കിന്റെ മെയിൻ സെർവറിലെ കസ്റ്റമേഴ്സ് ഡീറ്റെയിൽസ് എൻക്രിപ്റ്റഡ് ആയിരിക്കും, പക്ഷെ ഇത് നേരിട്ട് സെർവറിൽ നിന്നേ കോപ്പി ചെയ്യാൻ പറ്റും. ഈ ബ്ലൂ പ്രിന്റ് വെച്ച് നോക്കുമ്പോൾ ബാങ്കിൽ കയറിയ ഉടൻ ലെഫ്റ്റ് സൈഡിൽ ഒരു ബേസ്മെന്റ് ഉണ്ട്. അതാണോ സെർവർ റൂം? ഞാൻ ആ ബാങ്കിൽ പോയിരുന്നു. ഹൈലി സെക്യൂർഡ് ബാങ്ക്, എസ്പെഷ്യലി സെർവർ റൂം. അതിന്റെ ആക്സസ് കാർഡ് സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിലായിരിക്കും. ആക്സസ് കാർഡ് ഇല്ലാതെ അതിനുള്ളിൽ കയറാനാവില്ല. അയാൾ അറിയാതെ അയാളുടെ കൈ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ ആ കാർഡ് എടുക്കാനാവില്ല. ലഞ്ച് ടൈം 1 to 1:30. സ്ഥിരം ഒരു റെസ്റ്റോറന്റിൽ അയാൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. സ്ഥിരം ആ സമയത്താണോ ലഞ്ചിന് പോകുന്നത്? ഞാൻ ചെക്ക് ചെയ്തതാ. അപ്പോ ആ സെക്യൂരിറ്റി ഓഫീസർ ലഞ്ചിന് പോകുന്ന അരമണിക്കൂറിനുള്ളിലെ നമുക്ക് സെർവർ റൂമിൽ പോകാൻ പറ്റൂ. റൈറ്റ്? പക്ഷെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സെർവർ റൂമിൽ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റണമെങ്കിൽ ആ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. സമയം കളയാതെ ദീപക് മേത്തെ ഫോൺ ചെയ്ത് നിന്റെ അക്കൗണ്ട് ഒരു അരമണിക്കൂർ ആക്റ്റീവായി വെക്കളിയാ, ഞങ്ങളൊന്ന് അഡ്രസ് എടുത്തോട്ടെന്ന് ചോദിച്ചാലോ? ഏയ്, പിന്നല്ലാതെ. നീ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് 2000 നോട്ട് ചിപ്പ് ഉണ്ട്, അത് ഒളിച്ചു വെച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും നാട്ടിലെല്ലാരും പറഞ്ഞില്ലേ? അതുപോലെ സുഭാഷ്, ഇയാൾ എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. എങ്കിൽ പിന്നെ നിങ്ങളൊരു ഐഡിയ പറ. എനിക്ക് പറയാനേ പറ്റൂ. ഐഡിയ ഒന്നും വരൂല. വേള പറഞ്ഞോണ്ടേയിരിക്കും. അതാണ് ഐഡിയ. എല്ലാ അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നതിന് ബാങ്ക് മാനേജറുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ പാസ്വേഡ് ഉണ്ടാവും. നീ നിന്റെ ഈ നാവ് വെച്ച് ബാങ്ക് മാനേജറോട് സംസാരിച്ച് ആ ദീപക് മേത്തയുടെ അക്കൗണ്ട് എങ്ങനെയെങ്കിലും ഓപ്പൺ ചെയ്യിക്കുക. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് എടാ, എന്തെങ്കിലും പ്രശ്നം വന്ന് പിടിക്കപ്പെട്ടാ ഞാനൊന്നും ചെയ്തില്ല, ചെയ്തത് മുഴുവൻ അഡ്മിൻ ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഇത് ഇന്ത്യയല്ല, ഇസ്താംബുളാ. കൊന്നുകളയും. അവനൊരു ഐഡിയയും കൊണ്ട് വന്നിരിക്കുന്നു. കിട്ടിയെന്ന് പറഞ്ഞ് കൊലക്ക് കൊടുക്കൂ. ഇറങ്ങിയപ്പോഴേ ചേച്ചി പറഞ്ഞതാ, ധൈര്യമായിട്ട് ചെല്ലടാ, എന്ത് പ്രശ്നം വന്നാലും എന്റെ ചേട്ടൻ നോക്കിക്കോളൂന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ? അവൾ അങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. തപ്പിക്കുട്ടി, എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? എന്നാ കണ്ടോ, എന്റെ ഭാര്യ പറഞ്ഞ പിന്നെ എനിക്കതിനപ്പുറം ഇല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കാം. വാ. അതിനു മുമ്പ് പല്ലൊന്ന് നന്നായി തേക്കണം.